പ്രതിഷ്ഠാദിനം കഴിഞ്ഞ് നടയടച്ച വേളയിൽ അമ്മ വീട്ടിലേക്കൊരു യാത്ര. തുടക്കത്തിൽ തന്നെ വികൃതിക്കുട്ടിയായ പാറുവിന് വഴക്ക് കിട്ടിയ പരിഭവം. തുരുമ്പ് പിടിച്ച പുരാതനമായ ശ്രീഭവൻ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ തന്നെ അകത്തളത്തിൽ മാമൻ നിൽക്കുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാമൻ. അകത്തളത്തിലൂടെ പ്രൗഢി നശിച്ച പുരാതന വീടിൻ്റെ തട്ടിൻമുകളിലേക്ക് വലിഞ്ഞു കയറുന്ന പാറുവിനെ മാമൻ സഹായിക്കുന്നു. അത് കഴിഞ്ഞ് മുകളിലോട്ട് കയറി പാറുവിന് കൗതുകം നിറഞ്ഞ പാറുവിൻ്റെ ഒരു അനുഭവം തന്നെയായിരുന്നു ഈ പുരാതനമായ കോണിപ്പടി കയറി. ഞങ്ങളും അമ്മയും എല്ലാം, അമ്മയുടെ സഹോദരങ്ങളും ഒരു കാലത്ത് വളരെ ആനന്ദപൂർവ്വമായി ഇരുന്നിരുന്ന ഒരു തട്ടിൻമുകളിലെ ജനവാതിലുകൾ. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ഞങ്ങളെ ഉറക്കാൻ കിടത്തിയിരുന്ന തൊട്ടിലിൻ്റെ പുരാതനമായ സമ്പ്രദായം. ഇന്നത്തെ കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള ഹുക്ക്. ഇതാ വടക്കൂറത്ത് വന്നപ്പോൾ ചീനമുളകിൻ്റെ നല്ലൊരു മരം തന്നെ നിൽക്കുന്നു. അമ്മയും അമ്മയുടെ അനിയനും പാറവും കൂടി അതെല്ലാം നുള്ളി. ഞങ്ങളുടെ അമ്മ വീട്ടിലെ പുരാതനമായ ക്ഷേത്രമാണ് ഹരിമംഗലം മഹാവിഷ്ണു ക്ഷേത്രം. അതിൻ്റെ ഞങ്ങളെല്ലാം ഓടിക്കളിച്ച് നടന്നിരുന്ന ഓർമ്മകളിലൂടെ പാറു ഓടി നടക്കുന്നു. കാണുമ്പോൾ തന്നെ പഴയൊരു കാലത്തെ ഓർമ്മകളിലേക്ക് എൻ്റെ ബാല്യം നടന്നു നീങ്ങി. മഴ പെയ്ത് അങ്ങിങ്ങായി ചളി കിടക്കുന്നുണ്ടെങ്കിലും പ്രകൃതിയാൽ ആവരണം ചെയ്ത് കിടക്കുന്ന മഹാവിഷ്ണു ക്ഷേത്രമാണിത്. വളരെ പുരാതന ക്ഷേത്രവും അതുപോലെ തന്നെ വളരെ പുരോഗതിയുള്ള ഒരു ഗ്രാമക്ഷേത്രം കൂടിയാണ് ഹരിമംഗലം മഹാവിഷ്ണു ക്ഷേത്രം. കൂടെ തന്നെ ചുറ്റിലും ജലം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. വളരെ മനോഹരവും ഒരു ഗ്രാമ പ്രൗഢി നിറഞ്ഞതുമാണ് ഈ ക്ഷേത്രം. വിശാലമായ അമ്പലക്കുളവും കൂടാതെ അഖണ്ഡനാമ മണ്ഡപവും വലിയ വിശാലമായുള്ള ആൽത്തറകളും പിന്നെ ഞങ്ങളുടെ ചെറുപ്പകാലം ആനന്ദകരമാക്കിയിരുന്ന ഇടത്തോടുകളും അതിലൂടെയെല്ലാം ഞങ്ങളുടെ കാൽപാദമേറ്റ് നടന്ന വഴികളിലൂടെ എൻ്റെ മകളുടെ യാത്ര. കൂടെ വെള്ളത്തിലിറങ്ങണമെന്നുള്ള ആഗ്രഹം. പക്ഷേ ഭയം കാരണം അവൾക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ആദ്യമായിട്ടുള്ള അനുഭവം കൊണ്ടായിരിക്കാം വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള മടി, പേടി, ഇതെല്ലാം കൊണ്ടും മെല്ലെ പിടിച്ചു വയൽവരമ്പത്തിലൂടെ നടത്തി തോട്ടിലേക്ക് ഇറക്കി. വെള്ളത്തിൽ നിന്ന് കയറാൻ അല്പം മടി കാണിച്ചിരുന്നാലും സമയമില്ലാത്തതിനാൽ മെല്ലെ പിടിച്ച് കരയ്ക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. പിന്നീട് തോട്ടുവരമ്പത്ത് നിന്ന് ഒരു പോസിങ്ങും. അത് കഴിഞ്ഞ് ആൽമരത്തറയിലിരുന്ന് അവൾക്ക് ഒരു വിശ്രമം. വികൃതിയാണെങ്കിലും ഞങ്ങളെല്ലാം ഓടി നടന്ന് കളിച്ചു വളർന്ന ക്ഷേത്ര പരിസരവും ആൽത്തറകളും ഇന്ന് നമ്മുടെ മക്കളിലൂടെ അവർ ആസ്വദിക്കുമ്പോൾ ഒരു പുതു അനുഭവം തന്നെയായിരുന്നു ഇന്ന്.